ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് Oppo Reno 7 ഡെമോ വെർഷൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ചൈനയിലുള്ള എൻ്റെ സുഹൃത്തിൻ്റെ സ്റ്റോറിൽ വന്നൊരു സ്മാർട്ട് ഫോണാണ്. ഇത് ഡെമോ വെർഷൻ ആണ്, ഒറിജിനൽ അല്ല. ഒറിജിനലാണ്, പക്ഷേ ഷോപ്പീസ് നമ്മൾ വിളിക്കുന്ന ആ ഒരു സ്മാർട്ട് ഫോണാണിത്. ഇതിപ്പോൾ എൻ്റെ സുഹൃത്തിന് ചൈനയിൽ അവൻ്റെ ഒരു മൊബൈൽ സ്റ്റോർ ഉണ്ട്, അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഓപ്പോയുടെ Reno 7. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നാളെ ആയിരിക്കും നമ്മുടെ ചാനൽ വരുന്നത്. 25 നവംബറിനാണ് ടോട്ടലി ചൈന ഫുള്ള് ലോഞ്ച് ആയിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഡിസംബറിലായിരിക്കും വരുന്നതെന്നാണ് റൂമേഴ്സ് പറയുന്നത്. എന്തായാലും അറിയില്ല. സോ ഇതിന് ബാക്ക് ക്യാമറ മോഡുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സെയിം നമ്മുടെ iPhone 12ൻ്റെ അതേ കോപ്പിയാണ്. അതോടൊപ്പം നമ്മുടെ സൈഡ് ഭാഗങ്ങളൊക്കെ കണ്ടാലും മനസ്സിലാവും iPhoneൻ്റെ അതേ ഇൻസ്പയർഡ് ഡിസൈൻ ആണ്. എക്സാക്ട് നമ്മുടെ Oppo Reno 6ൽ കണ്ട സെയിം ഡിസൈൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ബാക്കിലായിട്ട് നമുക്കൊരു 50 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറും 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും ഒരു 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 32 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. സോ ക്യാമറ വൈസും അതോടൊപ്പം ഇതിൻ്റെ ബോഡി ഓവർവ്യൂയും ബിൽഡ് ക്വാളിറ്റി എല്ലാം കൊള്ളാം. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ കീ സ്പെസിഫിക്കേഷൻസ് മാത്രമേ ഇപ്പോൾ പുറത്ത് ടോട്ടലി ലീക്ക് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ ആൾക്കാരും ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് 25 പറഞ്ഞെങ്കിലും ഇതിൻ്റെ സെയിൽ വന്നില്ല. സെയിൽ 27 തീയതി മുതലേ ചൈനയിൽ വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ് ആൻഡ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും നല്ല കിടലൊരു സ്മാർട്ട് ഫോണാണ് Oppo Reno 7. നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നമ്മൾ നോക്കുകയാണെങ്കിൽ 6.40 ഇഞ്ചസിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഇത് ഈ ഒരു Reno 7ൻ്റെ അകത്ത് റൺ ആവുന്നത് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. നമ്മൾ Reno 7 Pro എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ Pro Plus എടുക്കുകയാണെങ്കിലോ അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത് നമുക്ക് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആയിരിക്കും. ബട്ട് ഇതിൻ്റെ അത് 90 ഹെർട്സ് റിഫ്രഷ് റേറ്റേ ഉള്ളൂ. നല്ലൊരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം മീഡിയ ടെക്കിൻ്റെ Dimensity 9000 എന്ന് പറയുന്ന ഒരു കിടിലൻ പ്രോസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഗെയിമിംഗ് പ്രോസർ അല്ല, അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രോസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 8GB RAM ആണ് വരുന്നത്. 128GB സ്റ്റോറേജ് ഉണ്ട്. 12GB RAM 256 ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം 8GB RAM 256 നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തിരുന്ന ബെൽ ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഓളമർത്തി വയ്ക്കുക. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ടെസ്റ്റ്, ബാറ്ററി ടെസ്റ്റ്, അതോടൊപ്പം പിന്നെ ഇതിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ, ഇതിൻ്റെ Reno 7 സീരീസിലുള്ള Reno 7, Reno 7 Pro, Reno 7 Pro Plus ഇതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഓളമർത്തി വയ്ക്കുക. അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ചെയ്തത്. അവ എനിക്ക് ഷെയർ ചെയ്ത് തന്നുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടാൻ ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തൊരു ബെൽ ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഓളമർത്തി വയ്ക്കുക. Until then, this is Satyan signing off. Bye bye.